ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ഇൻസ്പെക്ടർ ഋഷി എന്ന വെബ് സീരീസ് ആണ്. ഓൾറെഡി നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട പലരും ബാക്കി വീഡിയോസും കൂടി വേണമെന്നും പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അതിന്റെ ബാക്കിയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലേ കഥ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് പാർട്ട് വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അതിലെ കമന്റ് ബോക്സിലും പിൻ ചെയ്യുക. എന്നാൽ ഈ ലാഗ് അടിക്കാതെ നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. ഈ പാർട്ടിന്റെ തുടക്കത്തില് വനേഷിന്റെ രൂപമെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ആ ലേഡിനെ കാണിക്കുവാണ്. അവളുടെ പേര് മങ്ക എന്നാണ്. ഇപ്പൊ രാത്രി സമയം കടയെല്ലാം ക്ലോസ് ചെയ്ത് അവൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളെ ആരോ ഫോളോ ചെയ്യുവാണ്. ഇത് മനസ്സിലാക്കി അവളാണെങ്കിൽ ഒരു ഭയത്തോടു കൂടി പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലുന്നു. ഇപ്പോഴാണ് അവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിനെ കാണിക്കുന്നത്. അതാ നാട്ടിൽ തന്നെയുള്ള ഒരു വ്യക്തിയായിരുന്നു. മങ്ക ഇപ്പൊ വീട്ടിലെത്തിയല്ലോ. അയാളിപ്പോ ജനലിനിടയിലൂടെ മങ്കേനെ നോക്കുവാണ്. ഈ സമയത്ത് വീടിനകത്തുള്ള മങ്കേന്റെ രൂപമല്ല ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഒരു യക്ഷിനെ പോലെ മാറുവാണ്. ഇത് കണ്ട് ഭയന്നു പോകുന്ന അയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് നായകന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അയ്യനാറെ കാണിക്കുന്നു. അയ്യനാർ ഇപ്പൊ വീട്ടിൽ അവന്റെ ബാഗ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കേസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പേ അതേ പാറ്റേണില് മറ്റൊരു സ്ഥലത്ത് അങ്ങനെ ഒരു കേസ് നടന്നു പറഞ്ഞല്ലോ. അവിടേക്ക് നായകന്റെ കൂടെ പോകാൻ വേണ്ടി തുടങ്ങുവാണ് ഇയാള്. ചിലപ്പോൾ കുറച്ചാൾ അവിടെ തങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് ബാഗ് എല്ലാം പാക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് അവർ രണ്ടുപേരും കൂടി അങ്ങനെ ആ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയത്ത് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് അയ്യനാർ പറയുന്നുണ്ട് നായകനോട്, സാർ ഈ വനേക്ഷി എന്ന് പറയുന്നത് ഒരു റിയൽ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം അതിനെപ്പറ്റി കുറെ കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. അയ്യനാർ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട ഋഷിയാണെങ്കിൽ പെട്ടെന്ന് വണ്ടി നിർത്തുന്നു. എന്നിട്ട് അയ്യനാറിനോട് പറയുവാണ്, എടാ അതൊക്കെ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്ന കെട്ടുകഥകളായിരിക്കും, പലരും അത് വിശ്വസിക്കും. എന്നാൽ പോലീസുകാരായ നമ്മള് അതിനൊന്നും വീഴാൻ പാടില്ല. ഇതിന്റെ പുറകിൽ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും സംഭവം കാണും. അത് നമുക്ക് എന്തായാലും അന്വേഷിച്ച് കണ്ടെത്താം. ഇങ്ങനെയുള്ള അയ്യനാറിനോട് പറഞ്ഞിട്ട് നായകൻ വീണ്ടും വണ്ടി എടുക്കുന്നു. അടുത്ത സീനിൽ അവർ രണ്ടുപേരും അവർക്ക് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തുവാണ്. ഈ സമയം അവിടുത്തെ അവരുടെ അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഫോറസ്റ്റ് ഓഫീസറായ സത്യയായിരുന്നു. അങ്ങനെ ഇപ്പൊ അവർക്ക് താമസിക്കാനുള്ള മുറിയെല്ലാം സത്യ കാട്ടിക്കൊടുക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ നായകൻ സത്യനോട് ചോദിക്കുവാണ് നേരത്തെ അയ്യനാറ് പറഞ്ഞ ആ വനേക്ഷിന്റെ കഥകളെ പറ്റി. അപ്പൊ അറിയുന്ന ചില കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞു കൊടുക്കുന്നു. ഇതേ സമയം തന്നെ അവിടേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന നായിക എത്തുവാണ്. ഈ സമയം സത്യ അവളെ നായകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിലും ഇവളോട് പറഞ്ഞാൽ മതിയെന്നും ഈ സമയം സത്യ നായകനോട് പറയുന്നു. അങ്ങനെ ആ സീനോട് കട്ടെ അന്ന് രാത്രി അയ്യനാറാണെങ്കിൽ പിണങ്ങിപ്പോയ അവന്റെ ഭാര്യനെ കോൾ ചെയ്യുന്നു. ഇടി തെറ്റെല്ലാം എന്റെ ഭാഗത്താണ്. പറ്റിപ്പോയ കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞ് എന്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണെങ്കിൽ മറ്റാരെ എതിർത്താലും ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാവുമെന്ന് അയ്യനാർ ഇപ്പോൾ അവളോട് പറയുന്നു. നീ ശരിക്കും ആലോചിച്ച് നോക്ക്, എന്നിട്ട് ഒരു വിവരം അറിയിച്ചാൽ മതി എന്നും പറഞ്ഞ് അയ്യനാർ ഈ സമയത്ത് കോളും കട്ട് ചെയ്യുന്നു. അയ്യനാറിന്റെ ഈ സംസാരം എല്ലാം കേൾക്കുന്ന സമയത്ത് അയ്യനാറിന്റെ വൈഫ് ഒരുപാട് ഇമോഷണൽ ആവുന്നു. അതുപോലെ തന്നെ അയ്യനാർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടായി നായകന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചിത്ര എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കാണിക്കുന്നു. അവളിപ്പോ മൊബൈൽ ഫോണില് ഹീറ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിത്ര ഒരു ലെസ്ബിയൻ ആയിരുന്നു. ചിത്ര കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രണയിച്ചുകൊണ്ടിരുന്ന പെണ്ണായിരുന്നു ഹീറ. എന്നാൽ ഇപ്പൊ അവർ തമ്മിൽ ആ കണക്ഷൻ ഒന്നുമില്ല. അങ്ങനെ ഇപ്പൊ ഹീറോന്റെ ഫോട്ടോയും നോക്കി അവൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയം കറക്റ്റ് ആയിട്ട് ഹീറ അവളുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു. എന്തോ ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചിത്ര താമസിക്കുന്ന സ്ഥലത്തേക്ക് ഹീറ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നാണ് ഹീറ ഇപ്പൊ അവളോട് ചോദിക്കുന്നത്. ഇത് കേട്ട ചിത്ര ആണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ അതിനൊക്കെ പറയുന്നു. അടുത്ത സീനിൽ ആ കാട് വെട്ടി നശിപ്പിച്ച് അവിടെ ബിൽഡിംഗ് പണിയാൻ തുടങ്ങിയ ഒരു കോൺട്രാക്ടർ മരിക്കുന്നതായിട്ട് ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അയാളുടെ വീട്ടിലേക്ക് പോയിട്ട് അയാളുടെ ഭാര്യനെ കണ്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് നായകൻ അയ്യനാറിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു. നായകനോട് എന്ത് സഹായത്തിനും സാറിന്റെ കൂടെ ഉണ്ടാവണമെന്നും പറഞ്ഞിട്ടാണ് സത്യ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പൊ നായകൻ അവിടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സാറിന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള കറക്റ്റ് വഴി അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനും കൂടെ വരാമെന്നും പറഞ്ഞ് നായികയും കൂടെ പോകുന്നു. അങ്ങനെ അവളാണ് വണ്ടി ഓടിക്കുന്നതും. അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നായികനോട് നായകനെ വനയക്ഷിനെ പറ്റിയെല്ലാം ചോദിക്കുന്നു. അന്ന് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ സമയത്ത് നായകന്റെ കൂടെയുള്ള ഒരു ഉദ്യോഗസ്ഥ അങ്ങനെ വനയക്ഷിനെ കണ്ട് പേടിച്ച് വീഴുന്നുണ്ടായിരുന്നല്ലോ. ആ സമയം കൂടെ ഉണ്ടായിരുന്ന നായിക അങ്ങനെ എന്തെങ്കിലും കാഴ്ച കണ്ടോ എന്നൊക്കെയാണ് നായകൻ ചോദിക്കുന്നത്. സാറേ ഏതൊരു രൂപം അങ്ങനെ മറഞ്ഞു പോകുന്നതായിട്ട് ഞാനും കണ്ടു, എന്നത് വനേക്ഷിയാണോന്നും അറിയത്തില്ല എന്നാണ് നായിക ഈ സമയത്ത് പറയുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് ആ കോൺട്രാക്ടറുടെ വീട്ടിലേക്ക് അവരെത്തുവാണ്. എന്നിട്ട് അയാളെ പറ്റി വീട്ടുകാരോടെല്ലാം ചോദിക്കുന്നു. അതിനുശേഷം അയാളുടെ ഓഫീസ് മുറിയെല്ലാം നായകൻ ഒന്ന് ശരിക്കും പരിശോധിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ടേബിളിന്റെ ഡ്രോയിൽ നിന്ന് അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഓഫീസ് ഫോൺ നായകന് കിട്ടുവാണ്. അങ്ങനെ ഇത് ചെക്ക് ചെയ്യണം, ഇത് ചെക്ക് ചെയ്താൽ എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് ഈ സമയത്ത് നായകൻ കൂടെയുള്ള അയ്യനാറിനോട് പറയുന്നു. അത് കഴിഞ്ഞ് അയാൾ ലാസ്റ്റ് ആയിട്ട് എടുത്ത ആ പ്രൊജക്ട് ഇല്ലേ, അതായത് കാട് വെട്ടി നശിപ്പിച്ച് ഒരു ബിൽഡിംഗ് പണിയുന്ന പ്രൊജക്ട്, ആ ഒരു സ്പോട്ടിലേക്ക് നായകൻ ടീമിനെയും കൂട്ടിക്കൊണ്ട് എത്തുവാണ്. അവിടുന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് നായകൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ സ്ഥലം മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകന് പെട്ടെന്ന് തല വിറ്റുന്ന പോലെ തോന്നുന്നു. ഇതേ സമയം തന്നെ അവിടേക്ക് എത്തും മൃഗങ്ങൾ ഓടി വീഴുന്ന പോലത്തെ സൗണ്ട് കേട്ട് നായിക എല്ലാവരോടും പറയുകയാണ് പെട്ടെന്ന് ഏതെങ്കിലും മരത്തിന്റെ പുറകെ പോയി ഒളിക്കാൻ. ഇത് കേട്ട് കൂടെയുള്ള എല്ലാവരും പോയി ഒളിക്കുന്നുണ്ടെങ്കിലും നായകൻ മാത്രം തല വേദനിച്ചിട്ട് തലയിലും പിടിച്ച് അങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പെട്ടെന്ന് നായിക അവിടേക്ക് എത്തി നായകനെ പിടിച്ചു വലിച്ച് അവിടെ അടുത്തുള്ള ഒരു മരത്തിന്റെ പുറകെ കൊണ്ടിരുത്തുന്നു. അപ്പൊ ജസ്റ്റ് മിസ്സിന് ആ മൃഗങ്ങൾ അവിടെ നിന്ന് പാസ് ചെയ്ത് പോവാണ്. ഈ സമയം നായിക നായകനോട് ചോദിക്കുവാണ് മൃഗങ്ങൾ ഓടി വരുന്ന പോലത്തെ സൗണ്ട് കേട്ടിട്ടാണ് മാറാൻ പറഞ്ഞത്, എന്നിട്ട് സാറെന്താ മാറാൻ
അത് അങ്ങനെ തന്നെ അവിടെ നിന്നത് എന്ന്. നായകന്റെ കണ്ണിന് പറ്റിയ പരിക്കുകൊണ്ട് നായകന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ നായകൻ ഈ സമയത്ത് നായകനോട് പറയുന്നില്ല. പെട്ടെന്ന് എന്റെ കണ്ണും തലയെല്ലാം വേദനിക്കുന്ന പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്ന് ഈ സമയത്ത് നായകൻ പറയുന്നു. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞ് നായിക മനസ്സിലാക്കുവാണ് നായകന്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല എന്ന്. ഈ സമയത്താണ് നായകന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കുറെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ നായകനാണെങ്കിൽ എന്തോ ഒരു ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ ടീമിനോടൊപ്പം ഒരു ബാറിലേക്ക് എത്തുവാണ്. ആ സമയത്ത് അവന്റെ ഫോണിലേക്ക് അവന്റെ കാമുകി 2 തവണ വിളിക്കുന്നു. എന്നാൽ അപ്പോഴൊന്നും നായകൻ കോൾ എടുക്കുന്നില്ല. എന്നാൽ അവള് വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം നായകൻ ദേഷ്യത്തോടെ കോൾ എടുക്കുന്നു. എന്നിട്ട് അവളോട് ചോദിക്കുവാണ്, നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയതല്ലേ, പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതെന്ന്. എടാ, നീ ബാറിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് നിന്നെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഞാനിപ്പോ അങ്ങോട്ട് വരുവാണെന്നും പറഞ്ഞ് നായകന്റെ കാമുകി ഈ സമയത്ത് കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്കിന്റെ ബാക്കി കാണിക്കാതെ വീണ്ടും പ്രസന്റിലേക്ക് വരുവാണ്. ഇപ്പൊ നായകൻ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ ഇരിക്കുവായിരുന്നു. ഇതേ സമയം നായിക അവിടേക്ക് എത്തി ആ ചിന്തയിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന നായകന്റെ ഷോൾഡറിൽ തട്ടി അവനെ എഴുന്നേപ്പിക്കുന്നു. സാർ ഇത് എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ഞാൻ എത്ര വിളിച്ചു? ഇങ്ങനെ ഈ സമയത്ത് നായിക ചോദിക്കുന്നു. ഒന്നുമില്ല, എനിക്കൊരു തലവേദന പോലെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്നതെന്ന് നായകൻ പറയുന്ന സമയം. എന്നാൽ ഞാനൊരു കോഫി ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് നായിക ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ നായകൻ അത് വാങ്ങി കുടിക്കുന്ന സമയത്ത് നായിക അവന്റെ ആ കണ്ണിനെ പറ്റി ചോദിക്കുന്നു. അങ്ങനെ നായകൻ ആ ഫ്ലാഷ് ബാക്കിനെ പറ്റി പറയാൻ തുടങ്ങുവാണ്. അങ്ങനെ നേരത്തെ നമുക്ക് കാട്ടി തന്ന സീക്വൻസിന്റെ ബാക്കി കാണിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നായകന്റെ കാമുകി നായകനെ കാണാൻ വേണ്ടി ബാറിലേക്ക് എത്തുവാണ്. ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ നായകൻ അവന്റെ ടീമുമായിട്ട് അവിടേക്ക് എത്തിയത് ഒരു ദൗത്യമായിട്ട് ബന്ധപ്പെട്ടാണെന്ന്. അതിന്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു അവന്റെ കാമുകി അത്രയും വിളിച്ചിട്ട് അവൻ കോൾ എടുക്കാത്തത്. എന്നാൽ ഫൈനലി കോൾ എടുത്തപ്പോ നീ ആ ബാറിലില്ലേ, ഞാൻ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് അവൾ അവിടേക്ക് കയറി വരികയും ചെയ്തു. ഇതേ സമയം തന്നെ നായകനും ഗ്യാങ്ങും പിടികൂടാൻ വേണ്ടി വന്ന ആൾക്കാർക്ക് ഇവരെ മനസ്സിലാവുന്നു. അങ്ങനെ ഇപ്പൊ ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുവാണ്. ഇതേ സമയം അതിലൊരു ബുള്ളറ്റ് നായകനെ കാണാൻ വേണ്ടി അവിടേക്ക് എത്തിയ അവന്റെ കാമുകിന്റെ വയറ്റിൽ കൊള്ളുന്നു. അങ്ങനെ നായകന്റെ കാമുകി മരിക്കുകയും ചെയ്യുന്നു. നായകന്റെ കാഴ്ച നഷ്ടാവുന്നു. അതിനുശേഷം നായകന് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പ്രാക്ടീസ് ചെയ്ത് നായകന് ഇപ്പൊ ഓക്കെ ആയി. അങ്ങനെ നായകനവന്റെ കഥയെല്ലാം തുറന്നു പറഞ്ഞ സമയം ഇതെല്ലാം കേട്ട നായികയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നു. അങ്ങനെ ആ സീനോടെ കെട്ട അടുത്ത സീനില് ആ വനേക്ഷീന്റെ ശില്പം കത്തിച്ചു കളഞ്ഞ ഒരു വ്യക്തിനെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അയാളുടെ പേര് രത്നം എന്നാണ്. അയാളെ കാണിക്കുവാണിപ്പം. അയാളുടെ വൈഫ് കോൾ ചെയ്തിട്ട് നിങ്ങൾ ആ ശില്പം കത്തിച്ചു കളഞ്ഞത് എന്തോ ഒരു പ്രശ്നമാവാൻ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം വീട്ടിലേക്ക് വരണം. പറ്റിയൊരാളെ കണ്ടെത്തി എത്രയും വേഗം അതിനു വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യണം. ഭാര്യ ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ടിട്ട് അയാളാണെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാറിൽ വന്ന് കയറുവാണ്. ഈ സമയം ആ കാറിലേക്ക് ഒരു രൂപം വന്ന് കയറി അവനെ അവിടെ വെച്ച് ആക്രമിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കുവാണ്. അടുത്ത സീന്റെ സത്യ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഓഫീസറുടെ വീട് കാണിക്കുന്നു. അയാളുടെ വീട്ടിൽ ഒരുപാട് പക്ഷികളെ വളർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ രാവിലെ അയാൾ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ അവറ്റകൾക്ക് അയാളെ തീറ്റയെല്ലാം കൊടുക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് ശേഖർ എന്ന് പറയുന്നൊരു വ്യക്തിനെ കാണിക്കുന്നു. ഇയാളുടെ കൂടെയുള്ള ആൾക്കാരും കൂടിയാണ് കാട്ടിലെ മൃഗങ്ങൾക്ക് കെണിയെല്ലാം വെക്കുന്നത്. പ്രധാനമായിട്ട് ഇവർ ലക്ഷ്യം വെക്കുന്നത് ആനകളെയാണ്. ആനകളെ ആക്രമിച്ചു കൊന്ന് അവറ്റകളുടെ കൊമ്പെടുക്കാൻ വേണ്ടി. ഈ സീരീസിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ തുടക്കത്തില് ഇതുപോലെ ആനകളെ കെണി വെക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ പറ്റി ഫോറസ്റ്റ് ഓഫീസേഴ്സ് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ ആൾക്കാരാണ് ഇവര്. ഇപ്പോഴും കൂടി അവരൊരു ആനനെ കെണി വെച്ച് കൊന്ന് അതിന്റെ കൊമ്പെടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനില് വനേക്ഷീന്റെ ശില കത്തിച്ചു കളഞ്ഞ ആളെ ഇന്നലെ രാത്രി ആ പ്രേതം പിടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അയാളുടെ ബോഡി ഇപ്പം മുമ്പുണ്ടായ കേസുകൾ പോലെ തന്നെ അതേ പാറ്റേണില് കാടിന്റെ നടുവിലുള്ള ഒരു മരത്തിൽ നിന്ന് കിട്ടുവാണ്. വലകളാൽ ചുറ്റപ്പെട്ടാണ് രത്നത്തിന്റെ ബോഡി ഉള്ളത്. മരിച്ചുപോയ ഈ രത്നത്തിന് തങ്കരാജ് എന്ന് പറയുന്ന ഒരു അനിയനുണ്ട്. അടുത്ത സീനിലെ നാഗനും ടീമും കൂടി അയാളുടെ അടുത്തേക്ക് ചെന്ന് രത്നത്തിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നു. അയാൾക്ക് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടായിരുന്നോന്നും ഈ സമയത്ത് നാഗൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കുന്നു. ഇതേ സമയം തന്നെ അയാളുടെ ഫോണിലേക്ക് ആരോ വിളിക്കുവാണ്. നായകനോട് ടീംസിനോട് സംസാരിക്കുന്നുണ്ട് തന്നെ അയാൾ കോൾ എടുക്കുന്നില്ല ഇപ്പം. എന്നാൽ അതേ കോൾ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നായകൻ കോൾ എടുത്തോളാൻ പറയുകയാണ്. അങ്ങനെ ഇപ്പൊ അയാൾ കോൾ എടുക്കുന്നു. വിളിച്ചിരിക്കുന്നത് ശേഖർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. എന്തോ പണത്തിന്റെ ഡീലിംഗ്സിനെ പറ്റിയാണ് അവരിപ്പോ സംസാരിക്കുന്നത്. കോൾ കട്ടാക്കി കഴിഞ്ഞ് അയാൾ നായകനോട് പറയുകയാണ്, വിളിച്ചത് എന്റെ ഒരു ഫ്രണ്ടാണ്, ഞങ്ങൾ തമ്മിൽ കുറച്ച് പണത്തിന്റെ ഡീലിംഗ്സ് ഉണ്ട്, അതിനെപ്പറ്റി പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന്. അടുത്ത സീനിൽ നായകനും ടീംസും മരിച്ച രത്നത്തിന്റെ കാർ എല്ലാം ചെക്ക് ചെയ്യുന്നു. ഈ സമയം അവിടെ നിന്ന് അവർക്ക് വലിയൊരു മുടി കിട്ടുവാണ്. അങ്ങനെ അവരത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയക്കുന്നു. അടുത്ത സീനിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടിയിട്ട് രത്നത്തിന്റെ ബോഡി കിട്ടിയ സ്ഥലമെല്ലാം ശരിക്കും അന്വേഷിക്കുകയാണ്. കൂടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഉണ്ട്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ മൂവ്മെന്റ്സ് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ക്യാമറ വെക്കുമല്ലോ. അങ്ങനത്തെ കുറച്ച് ക്യാമറാസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അതിലെ വിഷ്വൽസ് കിട്ടുവാണെങ്കിൽ രത്നം എങ്ങനെ മരിച്ചെന്നുള്ള കാര്യം അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ ഒരു കാര്യവും വിചാരിച്ച് അവരവിടുത്തെ ക്യാമറാസ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഡാമേജ് ആയിട്ടിരിക്കുവായിരുന്നു. ഒന്നു മാത്രം ഒഴികെ ആ ക്യാമറന്റെ അവസ്ഥ കണ്ടാ അറിയാം അതാരും മനഃപൂർവ്വം നശിപ്പിച്ചതാണെന്ന്. എന്നാലും കുഴപ്പമൊന്നുമില്ലാത്ത ആ ഒരു ക്യാമറയിലെ വിഷ്വൽസ് എല്ലാം ഇപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അടുത്ത് വെച്ച് നോക്കുവാണ്. അങ്ങനെ അതിലെ വിഷ്വൽസ് കാണുന്ന സമയത്ത് അവർ അകഞ്ഞേട്ടി പോകുന്നു. ആ വീഡിയോ ക്ലിപ്പിൽ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ആ വനേക്ഷീന്റെ മൂവ്മെന്റ്സ്. അങ്ങനെ ആ സീനോടെ അടുത്ത സീനില് മരിച്ച രത്നം എന്ന് പറയുന്ന വ്യക്തിന്റെ വീട്ടിലേക്ക് നായകനും ഗ്യാങ്ങും എത്തുവാണ്. ഇതേ സമയം നായകനും ടീമിലുള്ള
വീട്ടിലുള്ള അയ്യനാറും ബാക്കി ആൾക്കാരും അറിയാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ വീട്ടിലെന്തോ പൂജയ്ക്കുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് നായകൻ നോട്ട് ചെയ്യുകയാണ്. അങ്ങനെ അതിനെപ്പറ്റി ചോദിക്കുന്ന സമയം രത്നത്തിന്റെ മകൻ പറയുകയാണ്, ഇന്നലെ എന്റെ അനിയത്തി ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു വനയക്ഷിന്റെ പ്രതിമ വാങ്ങിക്കൊണ്ട് വന്നു. അതുകൊണ്ട് ടെൻഷനായ അച്ഛൻ അതെടുത്ത് കത്തിച്ചു കളഞ്ഞു. എന്നാൽ കുറച്ചേരം കഴിഞ്ഞപ്പോ അവളുടെ റൂമില് ആ കത്തിച്ചു കളഞ്ഞ അതേ പ്രതിമ വീണ്ടും ഇരിക്കുന്നതായിട്ട് അച്ഛൻ കണ്ടു. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എന്തൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നതായിട്ട് അമ്മയ്ക്ക് തോന്നിയായിരുന്നു. അങ്ങനെ അതിനുവേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു പൂജന്റെ സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ അതിനുവേണ്ടി പെട്ടെന്ന് അച്ഛനെ വിളിച്ച് ഇവിടേക്ക് വരാനും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്തെങ്ങാണ്ടാണ് അച്ഛൻ ആപത്ത് സംഭവിച്ചത്. അങ്ങനെ ഇവർ രത്നത്തിന്റെ മകൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയം നായകൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ വനയക്ഷിന്റെ പ്രതിമ എനിക്കൊന്ന് കാണണമെന്ന്. അതിന്റെ അനിയത്തിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് അവൻ പറയുന്ന സമയം, ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ അനിയത്തി എവിടെയെന്ന് നായകൻ ചോദിക്കുന്നു. അവള് പുറത്തിരുന്ന് കളിക്കുകയാണ്. ഇത് കേട്ട നായകൻ പെട്ടെന്ന് തന്നെ അവളെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഈ സമയത്ത് ആ പെൺകുട്ടിയാണെങ്കിൽ അവിടെ ഒരു കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് ആ പ്രതിമയെ ഇട്ട് മൂടാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇത് കണ്ട നായകൻ ആ കുട്ടീനോട് മോളെന്ത് ഇങ്ങനെ ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും കാരണം ഈ പ്രതിമയാണ്. ഇങ്ങനെയും പറഞ്ഞ ആ കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആ കുട്ടി പോലും ഇങ്ങനെ സംസാരിക്കുന്ന സമയം ഇതെല്ലാം കേട്ട് നായകൻ അകവല്ലാതാവുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനാണെങ്കിൽ ആ പ്രതിമ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ പ്രതിമയെല്ലാം ഉണ്ടാക്കി വിൽക്കുന്ന ആ സ്ത്രീനെ കണ്ടെത്തി അവരോട് സംസാരിക്കാൻ വേണ്ടി അവിടേക്ക് എത്തുവാണ്. മങ്ക എന്നാണല്ലോ അവരുടെ പേര്. അങ്ങനെ ഇപ്പൊ ചെറിയൊരു സംശയം വെച്ച് പോലീസുകാർ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് അവളോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവര് അവളുടെ വീട് മുഴുവനും ചെക്ക് ചെയ്യുന്നു. ഈ സമയം അവിടെ നിന്ന് പൂട്ടിക്കിടക്കുന്ന ഒരു പെട്ടി കിട്ടുവാണ്. അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി അത് തുറക്കാൻ പോലീസുകാർ പറയുന്നുണ്ടെങ്കിലും അതിന്റെ താക്കോലില്ല എന്നാണ് അവൾ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരുപാട് പണിപ്പെട്ട് പോലീസുകാർ ഇത് തുറക്കുന്നു. ഈ സമയം അതിനകത്ത് വനയക്ഷി ധരിക്കാറുള്ളത് പോലത്തെ കോസ്റ്റ്യൂംസ് ആയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ മാസ്ക് ഓർണമെന്റ്സും ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവളെ ഓൺ ദ സ്പോട്ടിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അങ്ങനെ അടുത്ത സീനിൽ സ്റ്റേഷനിലേക്ക് എത്തിച്ച മങ്കേനെ പോലീസുകാർ വിശദമായിട്ട് ചോദ്യം ചെയ്യുവാണ്. ഈ സമയം ചിത്ര എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ മരിച്ച ഓരോരുത്തരെ ഫോട്ടോ കാട്ടിക്കൊടുത്ത് ഇവരെയൊക്കെ നിനക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നു. അവരിൽ ആരും അറിയത്തില്ല എന്ന് അവള് മറുപടിയും കൊടുക്കുന്നു. ഇത് കേൾക്കുന്ന നായകൻ, ഒന്നും കൂടി നോക്ക്, ഇവരിൽ ആരെങ്കിലും നിന്റെ കടയിലേക്ക് ആ ശില്പം വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ഇത് കേട്ട മങ്ക പറയാണ്, സാറേ കടയിലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അവരുടെ ഒന്നും മുഖം ഞാൻ അങ്ങനെ നോക്കി വെക്കാറില്ല. ഈ സമയം ചിത്ര ചോദിക്കുവാണ്, കുറച്ചു ദിവസം മുമ്പ് നിന്റെ കടയിലേക്ക് ഒരു കുഞ്ഞിക്കുട്ടി വന്നില്ലേ, ആ കുട്ടിക്ക് നീ എന്തിനാണ് അങ്ങനത്തെ ഒരു ശില്പം ഫ്രീ ആയിട്ട് കൊടുത്തത് എന്ന്. ഇത് കേട്ട മങ്ക പറയാണ്, ആ കുട്ടി എല്ലാ ദിവസവും എന്റെ കടയുടെ ഫ്രണ്ടിൽ കൂടി അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ശില്പത്തിലേക്ക് ഒരുപാട് ആഗ്രഹത്തോടു കൂടി നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലതവണ ആ കുട്ടി അവളുടെ അമ്മേനോട് വാശി പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ആ ഒരു ശില്പം വാങ്ങി തരണമെന്നും പറഞ്ഞുകൊണ്ട്. എന്നാൽ അവരതിന് സമ്മതിക്കാറില്ലായിരുന്നു. ആ ഒരു കാര്യം കൊണ്ടാണ് ലാസ്റ്റ് ആയിട്ട് ആ കുട്ടി കടയിലേക്ക് വന്നപ്പോ ഞാൻ അവളുടെ ആഗ്രഹം നടന്നോട്ടെ എന്ന് വിചാരിച്ച് അത് അവൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തത്. ശരി അങ്ങനെയാണെങ്കിൽ ആ വനേഷിന്റെ കോസ്റ്റ്യൂം എന്തിനാണ് നീ പെട്ടിയിലാക്കി വെച്ചിട്ടുള്ളത്? ഇങ്ങനെ പയ്യനാർ ചോദിക്കുന്ന സമയം അതൊരു നാടകം ചെയ്യുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണെന്ന് അവളിപ്പോ അവരോട് പറയുന്നു. അവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് രാത്രി നമ്മുടെ നായകനാണെങ്കിൽ ഫോറസ്റ്റ് ഓഫീസറായ സത്യനെ വന്ന് കാണുന്നു. എന്നിട്ട് ഈ കേസിന്റെ പ്രോഗ്രസിനെ പറ്റി എല്ലാം പറയുവാണ്. മരിച്ച രത്നത്തിന്റെ കാറിൽ നിന്ന് പോലീസുകാർക്ക് വലിയൊരു മുടി കിട്ടിയായിരുന്നല്ലോ, ആ മുടി മങ്കന്റെ മുടിയാണോന്ന് ചെക്ക് ചെയ്താ ഈ കേസിൽ അതൊരു വലിയ വഴിത്തിരിവായി മാറും. അതിനെപ്പറ്റി നായകൻ പറയുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായകനാണെങ്കിൽ മങ്കന്റെ ഗ്രാമത്തിലേക്ക് എത്തി അവളെ പറ്റി ശരിക്കും അവിടേക്ക് ഒന്ന് അന്വേഷിക്കുവാണ്. മങ്കന്റെ അച്ഛനായിരുന്നു ആ നാടിന്റെ ഹെഡ്. അങ്ങനെ ഇപ്പൊ അയാളുടെ അടുത്തും അവളുടെ വീട്ടിൽ പോയി അവളുടെ അമ്മേന്റെ അടുത്തും അവളെ പറ്റി കൂടുതലായിട്ട് നായകൻ അന്വേഷിക്കുകയാണ്. ഈ സമയത്ത് അവളുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, 12ാമത്തെ വയസ്സില് അവൾക്കൊരു കല്യാണം ഞങ്ങൾ ആലോചിച്ചു. എന്നാൽ അങ്ങനെ ഒരു കല്യാണം വേണ്ടെന്നും പറഞ്ഞ് അവൾ അന്ന് ഈ വീട് വിട്ടിറങ്ങിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ അവൾ ഒറ്റയ്ക്ക് ഒരു വീട് എടുത്ത് താമസിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം നായകന്റെ കൂടെയുള്ള ബാക്കി ഉദ്യോഗസ്ഥര് മങ്ക പറഞ്ഞ പോലെ അവൾ ഏതെങ്കിലും നാടകത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം അന്വേഷിക്കുന്നു. അങ്ങനെ അവർക്ക് മനസ്സിലാവുകയാണ് അത് സത്യമാണെന്ന്. അങ്ങനെ ആ സീനോട് കെട്ടായി അടുത്ത സീന്റെ ചിത്രനെ കാണിക്കുന്നു. സിറ്റിയിലേക്ക് എന്തൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അവളുടെ ഫ്രണ്ട് വരുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തി അവളെ പിക്ക് ചെയ്ത് ചിത്ര അവളെ റൂമിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ റൂമിലിരുന്ന് അവർ കുറെ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുവാണ്. ഒരു ഘട്ടത്തില് ചിത്രയാണെങ്കിൽ ഹീറോയിനോടുള്ള താല്പര്യം കൊണ്ട് അവളെ കിസ് ചെയ്യുവാണ്. എന്നാൽ ഈ സമയം ഹീറോ പെട്ടെന്ന് വല്ലാതാവുന്നു. ഇതുകൊണ്ട് ചിത്ര ഒരുപാട് സങ്കടപ്പെടുന്നു. നിനക്ക് എന്നോട് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് തെറ്റായി പോയെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് ചിത്ര ഈ സമയത്ത് മാറി എന്ന് കരയുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനും ടീംസും കൂടി കേസിന്റെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് അവർ മറ്റൊരു കാര്യം അറിയുന്നത്. നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ 2 ഫോറസ്റ്റ് ജീവനക്കാരെ കാണുന്നില്ല എന്ന്. അതിലൊരാൾ നായികയായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ അറിഞ്ഞതും നായകനും ടീംസും പെട്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി അവിടേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ആ ഫോറസ്റ്റ് മുഴുവൻ അവർ അന്വേഷിച്ച് കിടക്കുന്ന സമയം ഒരു സ്ഥലത്ത് ഒരു പെണ്ണ് വീണ് കിടക്കുന്നതായിട്ട് അവർ കാണുന്നു. അവളുടെ അടുത്തായിട്ട് തന്നെ ഒരു ഫോൺ കിടപ്പുണ്ട്. അതിലൊരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ നായികയും അവളോട് വർക്ക് ചെയ്യുന്ന മറ്റേ പെണ്ണും കൂടി ഒരു വ്ലോഗ് പോലെ ക്യാമറ നോക്കി അങ്ങനെ സംസാരിച്ചു വരുന്ന സമയമാണ് പെട്ടെന്ന് രൂപം അവരെ ക്രോസ് ചെയ്തു പോകുന്നത്. ഇതുകൊണ്ട് അവരാകെ ഭയന്ന് നിൽക്കുന്ന അതേ സമയം തന്നെ രൂപം പെട്ടെന്ന് അവരുടെ നേരെ വരുന്നു. എന്നിട്ട് അവരെ ആക്രമിക്കുവാണ്. അതാ വനയക്ഷിയായിരിക്കും. അങ്ങനെ അതിന്റെ ആക്രമണത്തില് നായികന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണ് ബോധം കിട്ടി വീഴുന്നു. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന നായികനെ അവിടുന്ന് ആ രൂപം വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും ചെയ്യുവാണ്. അതിനിപ്പോ നായികന്റെ കൂടെയുള്ള പെണ്ണിനെ അവിടുന്ന് കിട്ടി അവളോട് ബോധം കെട്ടി കിടക്കുവാണല്ലോ. അപ്പൊ നായിക അടുത്ത എവിടെയും ഉണ്ടാവുമെന്നും പറഞ്ഞ് അവരവിടെ മുഴുവൻ വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ഒരു മരത്തിൽ അവർ കാണുവാണ്. അങ്ങനെ വലകളാൽ ചുറ്റപ്പെട്ട് നായിക അങ്ങനെ
അങ്ങനെ കിടക്കുന്നത്. ഈ കാഴ്ച കണ്ടപ്പോൾ നായരും ടീംസ് ഒന്നിട്ടെന്നു. അവളും മരിച്ചു എന്ന് വിചാരിച്ച്. എന്നാൽ ചെക്ക് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അവൾ മരിച്ചിട്ടില്ല എന്ന്. അങ്ങനെ ഇപ്പൊ അവളെ വിളിച്ചു കഴിഞ്ഞേപ്പിച്ച് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് നായകൻ അവിടെ നിന്ന് അവളെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ സമയത്തെല്ലാം സംഭവിച്ച കാര്യങ്ങൾ കൊണ്ട് അവളാകെ പേടിച്ച് കരയുമായിരുന്നു. അടുത്ത സീനിൽ ആശുപത്രിയിലുള്ള നായകനെ കാണിക്കുന്നു. അവൾ ആ സിറ്റുവേഷനിൽ നിന്ന് റിക്കവറായി വരുന്ന സമയം നായകൻ അവളോട് ചെന്ന് ചോദിക്കുവാണ് ശരിക്കും അവിടെ എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ നായിക അതിനെ പറ്റി പറയാൻ തുടങ്ങുവാണ്. ഞങ്ങൾ കാട്ടിലൂടെ വീഡിയോ എടുത്ത് അങ്ങനെ വരുന്ന സമയം പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് ആ വനയക്ഷി വന്നു. കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു വികൃത രൂപം. അത് ഞങ്ങൾ രണ്ടുപേരെ ആക്രമിച്ചു എന്ന് അവള് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട നായകൻ അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഇമാജിനേഷൻ ആയിരിക്കും, ശരിക്കും അങ്ങനെ വനയക്ഷി ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെയല്ല, ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. ഇത്ര നാൾ ഇതെല്ലാം കെട്ടുകഥയാണെന്നാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എന്റെ ജീവിതത്തിൽ ഇതേപോലത്തെ കാര്യങ്ങൾ നടക്കുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഈ ഒരു കാര്യത്തോടെ എനിക്ക് ഉറപ്പായി അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇതെല്ലാം കേട്ട നായകനാണെങ്കിൽ എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ കൺഫ്യൂഷനിൽ അങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ നായകൻ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ തുടങ്ങുന്നു. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് നായകൻ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് അവന്റെ സീനിയർ അയാളുടെ മകളെയും കൂട്ടിക്കൊണ്ടുവരികയാണ്. അവളുടെ പേര് വിജി എന്നായിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ നായകൻ ഇഷ്ടമായി. അങ്ങനെ അവരവിടെ വെച്ച് പരിചയപ്പെടുന്നു. അങ്ങനെ ആ പരിചയം അവരുടെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രണയം ഉണ്ടാക്കുന്നു. അങ്ങനെ വിജി നായകന്റെ കാമുകിയായി മാറുന്നു. കുറച്ചാൾ കഴിഞ്ഞ് അവർ ഈ കാര്യങ്ങളെല്ലാം അവരുടെ വീട്ടുകാരെ അറിയിക്കുന്നു. അങ്ങനെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അവര് കല്യാണം കഴിക്കുകയും ചെയ്യുകയാണ്. വിജി ആണെങ്കിൽ ഭയങ്കര പോസസീവ് ആയിരുന്നു. അവളുടെ സ്വഭാവം കാരണം അവർ തമ്മിൽ ഇടയ്ക്ക് വഴക്കുണ്ടാവുന്നത് പതിവായിരുന്നു. അങ്ങനെയിരിക്കുന്നൊരു ദിവസം നായകന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗുമായിട്ട് നായകൻ കൂടുതൽ ക്ലോസ് ആവുന്നെന്നും പറഞ്ഞ് അവൾ കുറെ ഇഷ്യൂ ഉണ്ടാക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് ഇനി ഒരുമിച്ച് ജീവിക്കേണ്ടെന്നും പറഞ്ഞ് നായകനോട് ബ്രേക്കപ്പ് ചെയ്ത് ഇറങ്ങിയതാണ്. സംഭവം അങ്ങനെ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാക്കുമെങ്കിലും അവൾക്ക് അവനില്ലാതെ പറ്റില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് നായകൻ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ബാറിലേക്ക് വന്ന സമയം അവൾ അവനെ കാണാൻ വേണ്ടി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ സമയം അവിടെ വെച്ച് വലിയൊരു അപകടം നടന്നല്ലോ. അതിൽ വിജി മരിച്ചും പോയി. നായകന്റെ കണ്ണ് നഷ്ടമായി. അങ്ങനെ അതിൽ നിന്ന് നായകനൊന്ന് റിക്കവറായി എത്താൻ കുറെ ടൈം എടുത്തു. എന്നാൽ ആ സമയത്തെല്ലാം അവൾ മരിച്ചെങ്കിലും അവൾ കൂടെയുള്ളതായിട്ട് നായകൻ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. ഇടയ്ക്കിടയ്ക്ക് അവളുടെ രൂപം നായകന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ടും നായകനെ ടോർച്ചർ ചെയ്യുന്നതായിട്ടും അവ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. സോ ഇങ്ങനൊരു കാര്യം നായകനുള്ളതുകൊണ്ട് തന്നെ പ്രസന്റ്ലി നായകൻ ഈ കാര്യങ്ങളെല്ലാം നായകനോട് തുറന്നു പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയെല്ലാം ഹാലൂസിനേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ഭയം നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ട് നിങ്ങളും അനേക്ഷയുള്ളതായിട്ട് ഹാലൂസിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ നായകനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് ആ ഗ്രാമത്തിലുള്ള ഒരു വീട് കാണിക്കുവാണ്. പാതിരാത്രി ആവുന്ന സമയത്ത് ആ വീട്ടിലുള്ള സ്ത്രീ ആണെങ്കിൽ പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേൾക്കുവാണ്. അത് അവരുടെ മകളെ തുളസിന്റെ സൗണ്ട് ആയിരുന്നു. ഈ പാതിരാത്രിക്ക് ഇവളെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അവളുടെ അമ്മ അങ്ങനെ പുറത്തിറങ്ങി നോക്കുവാണ്. അപ്പൊ തുളസിന്റെ അമ്മ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പുറത്തവൾ ആ വനയക്ഷിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ട് തുളസിന്റെ അമ്മ ആകെ ഞെട്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ പാർട്ട് വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇനി ഈ സീരീസിന്റെ ബാക്കി എപ്പിസോഡുകൾ അടുത്ത വീഡിയോയിൽ നോക്കാം. സെക്കൻഡ് പാർട്ട് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത പോലെ ഇനി ഇതിന്റെ തേർഡ് പാർട്ട് വീഡിയോയ്ക്കും വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ തേർഡ് പാർട്ട് വീഡിയോ വേണമെങ്കിൽ പാർട്ട് 3 എന്ന് കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ.